ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരിശീലിക്കാനായിട്ട് പോകുന്നത്. അതിൽ പാർട്ട് 6 ആണ്. ഓൾറെഡി നമ്മൾ 5 പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സയൻസിൻ്റെയും സോഷ്യലിൻ്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിൽ വന്നിട്ട് നമ്മൾ സോഷ്യലിൻ്റെ മോക്ക് ടെസ്റ്റാണ്, സോഷ്യലിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പറയുന്ന 6ാമത്തെ പാർട്ടിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ക്ലാസ് കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ എങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ. 10 ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും അല്ലാത്തതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം 10 ചോദ്യങ്ങൾ പറഞ്ഞു പോകുന്നു. അത് നിങ്ങൾ ഓപ്ഷൻസ് സഹിതം എഴുതുക. അതിനുശേഷം നമുക്ക് മാർക്ക് നോക്കാം, ഉത്തരങ്ങൾ പറയാം. അപ്പോൾ മാർക്ക് രേഖപ്പെടുത്തുക. കൃത്യമായിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ റെഡിയല്ലേ, നമുക്ക് കിടക്കാലോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1919 സംഭവിച്ച സംഭവങ്ങൾ ഏതെല്ലാമാണ്? 1919 സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. റൗലറ്റ് നിയമം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ, ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടു. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. റൗലറ്റ് നിയമം പറയുന്നുണ്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പറയുന്നുണ്ട്, മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ പറയുന്നുണ്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സംഭവങ്ങളാണ് 1919 സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുക, എന്നിട്ട് അതിനുള്ള ഉത്തരം എഴുതുക. ഓക്കെ, ABCD 4 ഉത്തരങ്ങൾ ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണെന്നുള്ളത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജി എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾക്ക്, കാരണം ഗാന്ധിജിയെ കുറിച്ച് എടുത്ത് പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ചമ്പാരൻ നീലം കർഷകരുടെ സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, സിവിൽ നിയമലംഘന സമരം, നിസ്സഹരണ സമരം. ഇപ്പോൾ ഇതിലേതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതിക്കോളൂ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. പിന്നെയോ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. ശരിയാണ്. പിന്നെയോ അടുത്തത് KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ശരിയാണോ നോക്കുക. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ശരിയാണോ? ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയാണോ ശരിയല്ലാത്തത് എന്നുള്ളത് നോക്കുക, എന്നിട്ട് തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ABCD എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരു ക്ലൂ ഞാൻ ചെറുതായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നിട്ടുണ്ട്, കേട്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് അങ്ങനെ. അടുത്തത് നാലാമത്തത് ചേരുംപടി ചേർക്കാനാണ് തന്നിട്ടുള്ളത്. ഇവിടെ കേരള ലിങ്കൺ, പാവങ്ങളുടെ പടത്തലവൻ, തിരുവിതാംകോട്ടെ തീയൻ, പുലയൻ മത്തായി എന്ന് പറഞ്ഞ് 4 വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഡോക്ടർ പൽപ്പു, പണ്ഡിറ്റ് കറുപ്പൻ, പൊയ്കയിൽ യോഹന്നാൻ, AK ഗോപാൽ എന്ന് പറയുന്ന 4 നവോത്ഥാന നായകന്മാരുടെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേരുകൾ ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ അല്ലേ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ തന്നിരിക്കുന്നവയിൽ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചവയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആത്മവിദ്യാ സംഘം, ജ്ഞാനപാഠശാല, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, മലബാർ ഹോം റൂൾ ലീഗ്. ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനുച്ഛേദം 21A, അനുച്ഛേദം 23, അനുച്ഛേദം 24, അനുച്ഛേദം 21 ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എഴുതുക. ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് നോക്കുക. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാണ്? എന്താണ് ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാണ്? കൊച്ചി മെട്രോ ആണോ, ഡൽഹി മെട്രോ ആണോ, കൊൽക്കത്ത മെട്രോ ആണോ, ബാംഗ്ലൂർ മെട്രോ ആണോ? മെട്രോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഗതാഗതത്തിലൊക്കെ വരുന്നതാണിത്. ഓക്കെ, അടുത്ത 9. 8. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? എന്താണ് കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി, കെമ്പഗൌഡ വിമാനത്താവളം, ഛത്രപതി ശിവജി രാജ്യാന്തര വിമാനത്താവളം മുംബൈ, ജോളി ഗ്രാൻഡ് വിമാനത്താവളം. അപ്പോൾ ഇതിലേതാണെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 9ാമത്തെ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്നുണ്ട്.
കർഷക് മസ്ദൂർ പ്രജാ പാർട്ടി ആചാര്യ കൃപലാനിയാണെന്ന് പറയുന്നുണ്ട്. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ, ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്, നോക്കിയിട്ട് ഏതാണെന്നുള്ളത് ശരിയായിട്ട് എഴുതുക. ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചുവടെ പറയുന്നവയിൽ കോൺഗ്രസിലെ തീവ്രദേശീയവാദത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തതാര്? എന്താണ് ക്വസ്റ്റ്യൻ? ചുവടെ പറയുന്നവരിൽ കോൺഗ്രസിലെ തീവ്രദേശീയവാദത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തതാര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിറോസ് ഷാ മേത്ത, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ ആരാണെന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തു. നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടാകുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാൻ കൃത്യമായിട്ട് മാർക്ക് നോക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ മാർക്ക് കമൻറ്റ് ചെയ്യുക. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നോക്കുക, ചുവടെ തന്നിട്ടുള്ളവയിൽ 1919 സംഭവിച്ച, അല്ലെ 1919 സംഭവിച്ച സംഭവങ്ങൾ ഏതെല്ലാമാണെന്ന് പറയുന്നുണ്ട്. നോക്കുക, റാവുലറ്റ് നിയമം 1919 അല്ലേ? ശരിയാണ്. അപ്പോൾ റാവുലറ്റ് നിയമം ഇവിടെ വരും. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അല്ലേ? 1919 ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ അത് എപ്പോഴാണ് വരുന്നത്? 1919 ആണോ? അല്ല അല്ലേ, 1909 വരുന്നത് അല്ലേ. ഇനിയോ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടു, അല്ലേ? അതും ഈ 1919 തന്നെയാണ്. നോക്കൂ, ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, അതുപോലെ തന്നെ 2, 4 എന്നിവയാണല്ലേ ശരി. അപ്പോൾ ഇതിനകത്ത് 1, 2, 4 ശരി എന്ന് പറയുന്ന ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 1919 സംബന്ധിച്ചിട്ടുള്ളത് 1A ആണ്. അടുത്ത രണ്ടാമത് നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണത്? അത് നിസ്സഹരണ സമരമാണ്. നിസ്സഹരണ സമരം ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്. അടുത്ത 3ലേക്ക് കിടക്കുകയാണെങ്കിൽ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു, അല്ലെ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു. അല്ലല്ലേ, ഫസൽ അലി കമ്മീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫസൽ അലി ആയിരുന്നു, അല്ലേ? അപ്പോൾ KM പണിക്കരായിരുന്നു, അല്ല, അത് അദ്ദേഹം അംഗമായിരുന്നു. അപ്പോൾ ഇതല്ല. ഇനി അടുത്ത 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു, അല്ലേ? INC ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശരിയാണ്. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ തെറ്റായത് 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ D നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലേ? ഓപ്ഷൻ D ആണ് മൂന്നാമത്തെ ഉത്തരം. ഓപ്ഷൻ D. അടുത്ത് നോക്കും 4, ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേരള ലിങ്കൻ, പാവങ്ങളുടെ പടത്തലവൻ, തിരുവിതാംകോട്ടെ തീയൻ, അതുപോലെ തന്നെ പുലയൻ മത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? നോക്കൂ, ഒന്നാമത്തെ കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്, അല്ലേ? കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1B ആണ്. നമ്മൾ ആദ്യത്തെ തന്നെ മാച്ച് ചെയ്തിട്ട് 1B വരുന്ന ഏത് ഓപ്ഷനൊക്കെ ഉള്ളതെന്ന് നോക്കുക. ആദ്യത്തെ 1A മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ശരി. അപ്പോൾ 1A ആണ് ശരി. ഓക്കെ, ഈ ബാക്കി കൂടെ നോക്കുക. പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനുള്ള മെത്തേഡാണ് കേട്ടോ. ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരെണ്ണം നോക്കുക, അത് ഇതിൽ നോക്കുക. അതിപ്പോൾ നോക്കുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. അല്ലെങ്കിൽ 1B വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തും കൂടെ നോക്കണം. നോക്കൂ, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലൻ, അല്ലെ? AKG ആണ്. അപ്പോൾ രണ്ടാമത്തെ ഏതാണ്? D ആണ് വരുന്നത്. 2D ഇവിടെ വന്നു. 1B വന്നു, 2D വന്നു, അല്ലെ? 3 നോക്കൂ, തിരുവിതാംകോട്ടെ തീയൻ എന്നറിയപ്പെടുന്നു, അല്ലേ? തിരുവിതാംകോട്ടെ തീയൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ മൂന്നാമത്തെ ഏതാണ്? A ആണല്ലേ? മൂന്നാമത്തത് A ആണ് വരുന്നത്. ഇനി അടുത്ത 4 നോക്കൂ, നാലാമത്തെ പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന ആരാണ്? അത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാനാണ് പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒന്നാമത്തേത് B ആണ്. ഒന്നാമത്തെ കേരള ലിങ്കൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. തിരുവിതാംകോട്ടെ തീയൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവാണ്. പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പോൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക അറിയാത്തവർ. അപ്പോൾ ഉത്തരം A ആണ് വരുന്നത്. ഉത്തരം ഏതാണ്? A ആണ്. ഓക്കെ അല്ലേ? ചുവടെ തന്നിരിക്കുന്നവയിൽ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ചവയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ്റെയാണ്, അറിയാം. ജ്ഞാന പാഠശാല അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഇനി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ വാഗ്ബടാനന്ദൻ്റെയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ മലബാർ ഹോം റൂൾ ലീഗാണ് ഇതിൽ ഉൾപ്പെടാത്ത. അപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ. ശരി, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയെങ്കിൽ ഈസി ആയിട്ട് ഇത് കിട്ടും, അല്ലേ? അഞ്ചാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ D ആണ്. 6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുവാനും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്, അല്ലെ? അടിമത്തം നിരോധിക്കുന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടിമത്തം ഏതാണ്? ആർട്ടിക്കിൾ 23 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ബാലവേല 24 ആണ്. ആർട്ടിക്കിൾ 23 അടിമത്വമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള അടിമത്വമാണെന്ന് വെച്ചാൽ അടിമത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേതാണ്? ആർട്ടിക്കിൾ അനുച്ഛേദം അല്ലെങ്കിൽ 23 ആണ്. ഓപ്ഷൻ B. അടുത്ത 7, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാണ്? അത് നമ്മുടെ കൊച്ചി മെട്രോ ആണ് കേട്ടോ. ഓക്കെ, കൊച്ചി മെട്രോ ആണ്. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ,
9 കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓപ്ഷൻ ഏത് തന്നെയാണ് ഇവിടുത്തെ ശരി. അടുത്ത 9 താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്നാണ് കണ്ടെത്താൻ. അപ്പോൾ ആദ്യത്തെ ശരിയാണ്. അടുത്ത ഇന്ത്യൻ അസോസിയേഷൻ ആരാണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അപ്പോൾ 2 എണ്ണം ശരിയാണ്. ഇനി കർഷക് മസ്ദൂർ പ്രജാ പാർട്ടി ആചാര്യ കൃപലാനി. നോക്കുക, അത് ശരിയാണ്. ഇനി ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ അല്ലേ? മദൻ മോഹൻ മാളവ്യ അല്ലേ? 3 mm³ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ മദൻ മോഹൻ മാളവ്യ. അപ്പോൾ 4 ഇവിടെ ശരിയാണ്. ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ശരിയാണ്. 4 കൃത്യമായിട്ട് പഠിച്ചോളൂ. അപ്പോൾ ഇവയെല്ലാം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ ഡി നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അടുത്തത് 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ചുവടെ പറയുന്നവരിൽ കോൺഗ്രസിലെ തീവ്രദേശീയവാദത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ, ബാലഗംഗാധര തിലകൻ, അങ്ങനെ 3 പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ? നോക്കുക, ലാലാ ലജ്പത് റായ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഈ പറയുന്ന തീവ്രദേശീയവാദത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായ് വരുന്നുണ്ട്, ബിപിൻ ചന്ദ്രപാൽ വരുന്നുണ്ട്, ബാലഗംഗാധര തിലകൻ. അപ്പോൾ ഈ 3 പേരും വരും. ഇതിൽ ഉൾപ്പെടാത്ത ഒരാളേ ഉള്ളൂ. ആരാണത്? ഫിറോസ് ഷാ മേത്ത. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫിറോസ് ഷാ മേത്തയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. 10 എണ്ണത്തിന് കൃത്യമായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എത്ര മാർക്ക് കിട്ടി ഈ 10 എണ്ണത്തിൽ എന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ മേഖലയിൽ നിന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഇനിയും വൈകിട്ടില്ല, കുറച്ച് സമയമുണ്ട്. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. വർക്കൗട്ട് ചെയ്യാൻ 7000-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളത് അല്ലാത്തതും സിലബസ് അടിസ്ഥാനത്തിലുള്ള 7000-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് എല്ലാ മേഖലകളും, സൈക്കോളജി വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. നമ്മുടെ സിലബസിൽ പറയുന്ന മെത്തേഡിലാണ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. 45 GK വരുന്നുണ്ട്, 15 മാത്സ് വരുന്നുണ്ട്, 20 സൈക്കോളജി, 10 മലയാളം, 10 ഇംഗ്ലീഷ്. ഇങ്ങനെയാണ്. ഓക്കെ, LPക്കും UPക്കും സെയിം സിലബസാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസമില്ല. കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർ നമ്മളെ 9747886626 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നമുക്ക് മറ്റൊരു മോക്ക് ടെസ്റ്റ് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്